Good morning, dear students. So today we are going to discuss about differential GPS or real-time differential GPS. അപ്പോൾ ഈ കൺസെപ്റ്റ് നമ്മൾ ഈ ഒരു പേരിലല്ലാതെ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി ഡിഫറൻഷ്യൽ ജി പി എസ് എന്താണ്. പക്ഷെ നമ്മൾ ഈ പേരിലല്ല പഠിച്ചത്. നമ്മൾ സ്റ്റാറ്റിക് സർവേയുടെയും കൈനമാറ്റിക് സർവേയുടെയും ഇനീഷ്യൽ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പഠിച്ചേക്കുന്നത്. അപ്പോൾ എക്സാമിന് പക്ഷേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. വാട്ട് ഈസ് ഡിഫറൻഷ്യൽ ജി പി എസ് ആൻഡ് ഹൗ ഇറ്റ് വർക്ക്സ്, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് സർവേ ആണെങ്കിലും കൈനമാറ്റിക് സർവേ ആണെങ്കിലും നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, ഈ രണ്ട് സർവേയിലാണെങ്കിലും നമുക്ക് രണ്ട് റിസീവേഴ്സ് അറ്റ്ലീസ്റ്റ് ഉണ്ടാവും ഇല്ലേ. ഒന്ന് റെഫറൻസ് റിസീവറും ഒന്ന് റോവർ റിസീവറുമാണ്. ഈ റെഫറൻസ് റിസീവർ നമ്മളൊരു പൊസിഷൻ നോൺ ആയിട്ടുള്ള ഒരു പോയിന്റിലാണ് കീപ്പ് ചെയ്യുന്നത്. റോവർ റിസീവർ നമുക്ക് പൊസിഷൻ കണ്ടുപിടിക്കേണ്ട സർവേ സ്റ്റേഷൻസിലാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ റെഫറൻസ് റിസീവർ എന്താ ചെയ്യുന്നത്, റെഫറൻസ് റിസീവർ സാറ്റലൈറ്റ്സ് എന്നുള്ള സിഗ്നൽസ് കളക്ട് ചെയ്യുന്നു. ആ സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നു. ആൻഡ് ഓൾസോ അതിൻ്റെ പൊസിഷൻ ഓൾറെഡി അറിയാം. അതിൻ്റെ കൂടെ സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് അത് വീണ്ടും പൊസിഷൻ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഈ സിഗ്നൽസിൽ, സാറ്റലൈറ്റ് സിഗ്നൽസിൽ ഒരുപാട് എറേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ട്രോപ്പോസ്ഫിയറിക് എറർ, അയണോസ്ഫിയറിക് എറർ, മൾട്ടി പത്ത് എറർ, അങ്ങനെ ഒരുപാട് എറേഴ്സ് ഉണ്ട് ഇല്ലേ നമ്മൾ വരുന്ന സാറ്റലൈറ്റ് സിഗ്നൽസിൽ. അപ്പോൾ ആ സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പൊസിഷൻ കണ്ടുപിടിച്ചാൽ സിഗ്നൽസിലുള്ള എറർ നമ്മുടെ പൊസിഷൻ ഇൻഫർമേഷനിലും റിഫ്ലക്റ്റ് ചെയ്യും ഇല്ലേ. അതേ എറർ നമ്മുടെ പൊസിഷൻ ഇൻഫർമേഷനിലും ഉണ്ടാവും. അപ്പോൾ ഈ റെഫറൻസ് സ്റ്റേഷനിൽ വെച്ച സാറ്റലൈറ്റിന് ഓൾറെഡി അതിൻ്റെ എക്സാക്റ്റ് പൊസിഷൻ അറിയാം. പിന്നെ അത് സിഗ്നൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പോൾ എറർ കാരണം, ഈ സാറ്റലൈറ്റ് സിഗ്നലിലുള്ള എറർ കാരണം സിഗ്നൽ യൂസ് ചെയ്തിട്ടുള്ള പൊസിഷൻ അതിൻ്റെ അറിയുന്ന പൊസിഷനേക്കാട്ട് കുറച്ചൊരു വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് ഓൾറെഡി അറിയുന്ന പൊസിഷനും സിഗ്നൽ യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത പൊസിഷനും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എറർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് റെഫറൻസ് സ്റ്റേഷൻ ആ എറർ ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഫറൻസ് സ്റ്റേഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് സർവേ സ്റ്റേഷൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് റോവർ റിസീവറാണ്. നമുക്ക് 4 പോയിൻറ്റ്സ് ABCD ഇങ്ങനെ 4 പോയിൻറ്റ്സ് ആണ് സർവേ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഈ റോവർ റിസീവർ ആദ്യം എയിൽ കൊണ്ടുവയ്ക്കും. ദെൻ അവിടെ നിന്ന് സാറ്റലൈറ്റ്സിനെ ട്രാക്ക് ചെയ്യും. സാറ്റലൈറ്റ്സിനെ ട്രാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ആ റോവർ റിസീവറും നമ്മൾ ആദ്യം റെഫറൻസ് റിസീവർ വെച്ചില്ലേ, ആ റെഫറൻസ് റിസീവറും സെയിം 4 സാറ്റലൈറ്റ്സിനായിരിക്കണം നോക്കുന്നത്. അത് രണ്ടും കളക്ട് ചെയ്യുന്ന സിഗ്നൽസൊക്കെ സെയിം സാറ്റലൈറ്റ്സ് എന്നുള്ളതായിരിക്കണം. ഓക്കെ, എന്നിട്ട് ആ സിഗ്നൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കും. ദെൻ അത് ബിയിലേക്ക് മൂവ് ചെയ്യും. ദെൻ അവിടെ നിന്ന് സിഗ്നൽ യൂസ് ചെയ്ത് പൊസിഷൻ കണ്ടുപിടിക്കും. ദെൻ അത് സിയിലേക്ക് മൂവ് ചെയ്യും, അവിടെയും പൊസിഷൻ കണ്ടുപിടിക്കും. അങ്ങനെയാണ് നമ്മളെ പ്രൊസീജിയർ പോകുന്നത് GPS സർവേയുടെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എയിൽ നമ്മുടെ റോവർ റിസീവർ കൊണ്ടുവെക്കുന്നു. ആ റോവർ റിസീവർ GPS സാറ്റലൈറ്റ്സ് എന്നുള്ള സിഗ്നൽസ് കളക്ട് ചെയ്യുന്നു. ആ സിഗ്നൽസിൽ എറർ ഉണ്ട്. ആ സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് റോവർ റിസീവർ അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നു. പക്ഷേ ആ എറർ എത്രയാണെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഈ റോവർ റിസീവറിനില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ റെഫറൻസ് റിസീവറിന് ഓൾറെഡി ഈ എറർ എത്രയാണെന്ന് അറിയാമല്ലോ. ഈ റോവറും റെഫറൻസ് റിസീവറും സെയിം 4 സാറ്റലൈറ്റ്സിനെയാണ് ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 സാറ്റലൈറ്റ്സിലും സിഗ്നൽസ് എന്നുള്ള എല്ലാ എററും നമ്മുടെ റെഫറൻസ് സ്റ്റേഷനിലുള്ള റിസീവറിന് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. അപ്പോൾ ഈ റെഫറൻസ് സ്റ്റേഷനിൽ നിന്ന് ആ എറർ ഇൻഫർമേഷൻ നമ്മൾ റോവർ റിസീവറിൻ്റെ പൊസിഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും ബൈ യൂസിങ് റേഡിയോ വേവ്സ് ആയിട്ട് റെഫറൻസ് സ്റ്റേഷനിൽ നിന്ന് റോവർ റിസീവറിൻ്റെ സ്റ്റേഷനിലേക്ക് ആ ഡാറ്റ സെൻഡ് ചെയ്യും. എത്ര എറർ ഉണ്ട് ഓരോ സാറ്റലൈറ്റിൻ്റെ സിഗ്നലിൽ എന്ന് ഉള്ള ഇൻഫർമേഷൻ റെഫറൻസ് സ്റ്റേഷനിൽ നിന്ന് റോവർ റിസീവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ റോവർ റിസീവർ ഓൾറെഡി അതിൻ്റെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഈ റെഫറൻസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ ഈ റേഡിയോ വേവ്സ് ആയിട്ട് വന്ന ആ ഇൻഫർമേഷനിൽ ആ കാൽക്കുലേറ്റ് ചെയ്ത പൊസിഷനിൽ എത്ര എറർ ഉണ്ടെന്നും കൂടെ അതിന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ആ കറക്ഷൻ അത് അപ്ലൈ ചെയ്യും അതിൻ്റെ പൊസിഷനിൽ. അപ്പോൾ അതിന് എറർ ഫ്രീ ആയിട്ടുള്ള പൊസിഷൻ ഇൻഫർമേഷൻ കിട്ടും. ദെൻ അത് ബിയിലേക്ക് മൂവ് ചെയ്തിട്ട് അവിടെ നിന്നുള്ള സാറ്റലൈറ്റ് സിഗ്നൽസിനെ കളക്ട് ചെയ്യും. അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കും. ആ പൊസിഷനിലേക്കും റെഫറൻസ് റിസീവർ അയച്ച ആ എറർ ഇൻഫർമേഷൻ അപ്ലൈ ചെയ്യും. അപ്പോഴാണ് ബിയുടെ എക്സാക്റ്റ് പൊസിഷൻ ആ റോവർ റിസീവറിന് കിട്ടുന്നത്. ഇങ്ങനെ GPS സിഗ്നൽസിലുള്ള എറർ നമ്മുടെ പൊസിഷൻ ഇൻഫർമേഷനിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും,
ഒരു റെഫറൻസ് സ്റ്റേഷൻ യൂസ് ചെയ്യും. ആ റെഫറൻസ് സ്റ്റേഷനിൽ ഈ സാറ്റലൈറ്റ് സിഗ്നൽസിലുള്ള എറർ കാൽക്കുലേറ്റ് ചെയ്യും. ആ എറർ വാല്യൂ നമ്മൾ റേഡിയോ സിഗ്നൽസ് വെച്ച് റേഡിയോ ലിങ്കായിട്ട് നമ്മൾ ഓരോ റോവർ സ്റ്റേഷനിലേക്കും പാസ് ചെയ്യും. ആ ഒരു സെറ്റപ്പിനെയാണ്, ആ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ GPS എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡിഫറൻഷ്യൽ GPS എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എഴുതേണ്ട സെൻറ്റൻസ് ഇറ്റ്സ് എൻ എൻഹാൻസ്മെൻറ്റ് ടു GPS. ഇപ്പോൾ എൻഹാൻസ്മെൻ്റ് എന്ന് പറയാൻ കാരണം നമുക്കറിയാം, നമ്മുടെ കയ്യിലൊരു GPS റിസീവർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. റെഫറൻസ് റിസീവർ ഒന്നും ഇല്ല, എൻ്റെ കയ്യിലൊരു GPS റിസീവർ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ എ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് പോയി നിൽക്കുന്നു. എനിക്ക് അവിടെ എയുടെ പൊസിഷൻ കണ്ടുപിടിക്കണം. ഞാൻ ആ എയിൽ റിസീവർ കൊണ്ടുവച്ചു, സാറ്റലൈറ്റ്സിനുള്ള സിഗ്നൽസൊക്കെ കളക്ട് ചെയ്തു, എറർ കാൽക്കുലേറ്റ് ചെയ്തു, പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഈ വരുന്ന ഞാൻ കളക്ട് ചെയ്ത സിഗ്നൽസിൽ എറർ ഉണ്ടായിരുന്നു. ആ എറർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത പൊസിഷനിലുണ്ട്. പക്ഷേ ആ എറർ റിമൂവ് ചെയ്യാനുള്ള ആ എറർ റിസോൾവ് ചെയ്യാനുള്ള ഒരു ടൂളും എൻ്റെ GPS റിസീവറിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഒരു സാധാരണ GPS റിസീവർ യൂസ് ചെയ്തിട്ട് നമുക്ക് സാറ്റലൈറ്റ് സിഗ്നലിനെ കളക്ട് ചെയ്യുക, ആ കളക്ട് ചെയ്ത സിഗ്നൽ യൂസ് ചെയ്ത് പൊസിഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ സിഗ്നലിലുള്ള എറർ നമ്മുടെ പൊസിഷൻ ഇൻഫർമേഷനിലും ഉണ്ടാവും. ആ എറർ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു റെഫറൻസ് റിസീവർ നമുക്കൊരു നോൺ പൊസിഷനുള്ള ഒരു പോയിന്റിലേക്ക് കൊണ്ടുവെക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള പൊസിഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഡിഫറൻഷ്യൽ GPSൽ ഇങ്ങനൊരു റെഫറൻസ് സ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ എക്സിസ്റ്റിംഗ് GPSനെ എൻഹാൻസ് ചെയ്യാണ്. ആ എറർ കൂടെ എലിമിനേറ്റ് ചെയ്തിട്ടുള്ള പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അതിനെ എനാബിൾ ചെയ്യാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫറൻഷ്യൽ GPS എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ GPS ഈസ് എൻ എൻഹാൻസ്മെൻറ്റ് ടു GPS ആൻഡ് it consists of a reference receiver and a rover receiver. Reference receiver is used for correcting or obtaining the error information in the satellite signals. ആ എറർ ഇൻഫർമേഷൻ എന്ത് ചെയ്യും? നമ്മൾ എന്നിട്ട് റോവർ റിസീവറിലേക്ക് പാസ് ചെയ്താൽ ആ റോവർ റിസീവറിന് ആ എറർ കൂടെ അപ്ലൈ ചെയ്തിട്ടുള്ള എക്സാക്റ്റ് പൊസിഷൻ ഓഫ് സർവീസ് സ്റ്റേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ഡിഫറൻഷ്യൽ GPS എന്ന് പറയുന്നത്. ആൻഡ് അപ്പോൾ നമ്മൾ എന്താണ് ചോദിച്ചാൽ നമ്മൾ ഇറ്റ് ഈസ് എൻ എൻഹാൻസ്മെൻറ്റ് GPS എന്ന് പറയണം. ദെൻ ആ റെഫറൻസ് റിസീവറും റോവർ റിസീവറും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയാം. ദെൻ ഇറ്റ്സ് എ കോഡ് ബേസ്ഡ് പൊസിഷനിങ് സിസ്റ്റം. കരിയർ ബേസ്ഡ് അല്ല, കോഡ് ബേസ്ഡ് റിലേറ്റീവ് പൊസിഷനിങ് സിസ്റ്റമാണ്. ആൻഡ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ഒരു റെഫറൻസ് റിസീവർ ഉണ്ടാവും. ആ റെഫറൻസ് റിസീവർ ട്രാക്സ് സാറ്റലൈറ്റ് ആൻഡ് കമ്പ്യൂട്ട്സ് കറക്ഷൻ ഫോർ ഈച്ച് സാറ്റലൈറ്റ് ആൻഡ് ദാറ്റ് കറക്ഷൻസ് ആർ ട്രാൻസ്മിറ്റഡ് ടു ദി റോവർ വിയ റേഡിയോ ലിങ്ക്. അതാണ് ഇവിടെ വിയ ലിങ്ക് എന്ന് എഴുതിയത്, റേഡിയോ ലിങ്കാണ് ഉദ്ദേശിക്കുന്നത്, ഓർ കേബിൾ. അതാണ്, ഇതിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ GPS എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ റെഫറൻസ് റിസീവർ. ദിസ് റെഫറൻസ് റിസീവർ ട്രാക്സ് സാറ്റലൈറ്റ്സ് ആൻഡ് കമ്പ്യൂട്ട്സ് കറക്ഷൻ ഫോർ ഈച്ച് സാറ്റലൈറ്റ് ആൻഡ് ദിസ് കറക്ഷൻ ഇസ് ട്രാൻസ്മിറ്റഡ് ടു റോവർ വിയ റേഡിയോ ലിങ്ക് ഓർ കേബിൾ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമുക്ക് പോയിന്റ് വിത്ത് നോൺ കോർഡിനേറ്റ് ഉണ്ട്. ദെൻ അവിടേക്ക് നമ്മൾ നമ്മുടെ റെഫറൻസ് റിസീവർ പ്ലേസ് ചെയ്തു. ഡിഫറൻഷ്യൽ GPS എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമുക്കൊരു പോയിന്റ് വിത്ത് നോൺ കോർഡിനേറ്റ് ഉണ്ട്, അവിടെ നമ്മൾ നമ്മുടെ റെഫറൻസ് റിസീവർ പ്ലേസ് ചെയ്തു. ഇവിടെ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചേക്കുന്നത് നമുക്ക് ഏത് പോയിൻ്റാണോ സർവേ ചെയ്യേണ്ടത്, ഏത് പോയിൻ്റിൻ്റെ പൊസിഷനാണോ കണ്ടുപിടിക്കേണ്ടത്, ആ പോയിൻ്റാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നമ്മൾ നമ്മുടെ റോവർ റിസീവർ ആ അൺനോൺ പോയിന്റിലേക്ക് കൊണ്ടുവച്ചു. ദെൻ ഈ റോവർ റിസീവറും റെഫറൻസ് റിസീവറും സെയിം 4 സിഗ്നൽസിനെ ട്രാക്ക് ചെയ്യുന്നു. ദെൻ റെഫറൻസ് റിസീവർ എന്ത് ചെയ്യുന്നു? അതിൻ്റെ പൊസിഷൻ ബൈ യൂസിങ് സിഗ്നൽസ് ഫ്രം സാറ്റലൈറ്റ് കണ്ടുപിടിക്കുന്നു. ദെൻ അതിന് ഓൾറെഡി അതിൻ്റെ പൊസിഷൻ അറിയാം. ദെൻ സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന പൊസിഷനും ഓൾറെഡി അറിയുന്ന പൊസിഷനും തമ്മിലുള്ള എറർ അത് കണ്ടുപിടിക്കുന്നു. ആ എറർ നമ്മുടെ റോവർ റിസീവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ആ എറർ കൂടെ അപ്ലൈ ചെയ്തിട്ട് റോവർ റിസീവർ സാറ്റലൈറ്റ് സിഗ്നൽസിൽ നിന്നുള്ള ഇൻഫർമേഷനും ഈ എററും കൂടെ കൺസിഡർ ചെയ്തിട്ട് ആ റോവർ റിസീവർ അതിൻ്റെ എക്സാക്റ്റ് പൊസിഷൻ കണ്ടുപിടിക്കുന്നു. രണ്ടിൻ്റെയും പൊസിഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ രണ്ടും തമ്മിലുള്ള ആ ബേസ് ലൈൻ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ DGPS വർക്ക് ചെയ്യുന്നത്, ഓർ ഡിഫറൻഷ്യൽ GPS വർക്ക് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെയാണ് റിയൽ ടൈം ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നത്? അതാണ് റിയൽ ടൈം DGPS. റിയൽ ടൈം DGPS എന്ന് പറയുന്നത് നമ്മൾ സർവേ ചെയ്യുമ്പോൾ തന്നെ
നമുക്ക് ആ പൊസിഷൻ ഇൻഫർമേഷൻ ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. അതിനാണ് നമ്മൾ റിയൽ ടൈം DGPS എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഇപ്പോൾ DGPS ആണെങ്കിലും നമ്മളിപ്പോൾ സ്റ്റാറ്റിക് സർവേ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ എറർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവും, പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ GPS റിസീവറിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ ഓഫീസിൽ പോയിട്ടാണ് ഈ GPS റിസീവർ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ആ പൊസിഷൻ ഇൻഫർമേഷനും എറർ കാൽക്കുലേഷനും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഓഫീസിൽ വെച്ചിട്ടാണ്. ഇവിടെ റിയൽ ടൈം DGPSൽ നമുക്ക് ഓഫീസിലൊരു വർക്കും ഇല്ല. നമ്മൾ ഒരു പൊസിഷനിൽ നിൽക്കുന്നു, നമുക്ക് അടുത്തൊരു റെഫറൻസ് റിസീവർ ഉണ്ട്. ആ റെഫറൻസ് റിസീവർ കണ്ടിന്യൂസ്ലി സാറ്റലൈറ്റ്സിനെ ലോക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നുണ്ട്, ഓരോ സാറ്റലൈറ്റ്സിൻ്റെയും എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ആ എറർ നമ്മളെ കയ്യിലുള്ള റോവർ റിസീവറിലേക്ക് റിയൽ ടൈമായിട്ട് നമുക്ക് അയച്ചു തരുന്നു. അപ്പം നമ്മളെ കയ്യിലൊരു GPS റിസീവർ ഉണ്ട്, അതും ഇതേപോലെ സാറ്റലൈറ്റിനെ ലോക്ക് ചെയ്യുന്നുണ്ട്, ലോക്ക് ചെയ്ത് പൊസിഷൻ കണ്ടുപിടിക്കുന്നുണ്ട്. ആ പൊസിഷൻ കണ്ടുപിടിക്കുന്ന സമയം തന്നെ നമ്മൾ റെഫറൻസ് സ്റ്റേഷനിൽ നിന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ നിൽക്കുമ്പോൾ തന്നെ അവിടെ നമ്മുടെ സർവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഈ സാറ്റലൈറ്റ് സിഗ്നലും ഈ എറർ ഇൻഫർമേഷനും യൂസ് ചെയ്ത് നമ്മളെ പൊസിഷൻ കണ്ടുപിടിക്കാനും വിത്തൗട്ട് ഗോയിങ് ടു ദി ഓഫീസ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് റിയൽ ടൈം DGPS ആണ്. നമുക്ക് റിയൽ ടൈമായിട്ട്, അതായത് വിത്തൗട്ട് എനി പോസ്റ്റ് പ്രോസസ്സിങ് ടെക്നിക്സ് നമ്മൾ നമ്മുടെ പൊസിഷൻ കണ്ടുപിടിക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ ഫോൺ യൂസ് ചെയ്തിട്ടാണ് സർവേ ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഒരു റെഫറൻസ് സ്റ്റേഷൻ ഉണ്ട് ഇവിടെ. ആ റെഫറൻസ് സ്റ്റേഷൻ ഞാൻ ഒരു റെഫറൻസ് റിസീവർ വെച്ചു. ഇതിന് എൻ്റെ ഫോൺ എനിക്ക് ഏത് പോയിൻ്റ് പൊസിഷനാണോ കണ്ടുപിടിക്കേണ്ടത് ആ പൊസിഷനിലേക്ക് കൊണ്ടുവച്ചു. ദെൻ എൻ്റെ ഫോൺ GPS സിഗ്നൽസിനെ ലോക്ക് ചെയ്തു, അത് അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിച്ചു. അതേസമയം തന്നെ റേഡിയോ ലിങ്ക്സ് യൂസ് ചെയ്തിട്ട്, ആൻറ്റിന യൂസ് ചെയ്തിട്ട് ഞാൻ ആ റെഫറൻസ് സ്റ്റേഷനിൽ നിന്നുള്ള എറർ ഇൻഫർമേഷനും കൂടെ കളക്ട് ചെയ്തു. ദെൻ ഫോണിൽ നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ട്, ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് സാറ്റലൈറ്റ് സിഗ്നൽസ് എന്നുള്ള ഡാറ്റയും എറർ ഇൻഫർമേഷനും യൂസ് ചെയ്തിട്ട് എക്സാക്റ്റ് പൊസിഷൻ ഓഫ് ദി ഫോൺ കണ്ടുപിടിക്കുകയാണ്. അറ്റ് ദ സെയിം, ഞാൻ എപ്പോഴാണോ ഈ സിഗ്നൽ ലോക്ക് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ എനിക്ക് പൊസിഷൻ ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് റിയൽ ടൈം DGPS. റിയൽ ടൈം ഉദ്ദേശിക്കുന്നത് നമ്മൾ സർവേ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ പൊസിഷൻ ഇൻഫർമേഷൻ കിട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് റിയൽ ടൈം DGPS. അല്ലാതെ നമ്മൾ ഓഫീസിൽ പോയി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതൊന്നുമല്ല. നമുക്ക് ആ എപ്പോഴാണ് നമ്മൾ സർവേ ചെയ്യുന്ന ആ ഫീൽഡിൽ നിന്ന് തന്നെ നമുക്ക് ആ പൊസിഷൻ ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് റിയൽ ടൈം DGPS. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കുക. നമുക്കൊരു ഹൈഡ്രോഗ്രാഫിക് സർവേ ആണ് ഇതിൽ. അപ്പം നമുക്ക് ഇതിൻ്റെ ഹൈഡ്രോഗ്രാഫിക് സർവേ എന്ന് പറയുമ്പോൾ റിവറിലൊക്കെയാണ്, നമ്മൾ ബോട്ടിലൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ബോട്ടിൽ നമുക്ക് GPS റിസീവർ കൊണ്ടുപോവാം. ആ ഒരു റിവറിൻ്റെ ബാങ്കിൽ നമുക്കൊരു റെഫറൻസ് സ്റ്റേഷനുണ്ട്. ദെൻ ബോട്ടിൽ നമുക്കൊരു റോവർ സ്റ്റേഷനുണ്ട്. ഈ രണ്ട് റെഫറൻസ് റിസീവറും റോവർ റിസീവറും സെയിം 4 സാറ്റലൈറ്റ്സിനെയാണ് റേഞ്ച് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ലോക്ക് ചെയ്തേക്കുന്നത്. ദെൻ എന്ത് ചെയ്യും, ഈ റെഫറൻസ് സ്റ്റേഷനിലുള്ള റിസീവർ അതിൻ്റെ എറർ കാൽക്കുലേറ്റ് ചെയ്ത് ആ സെയിം ടൈം അത് റോവർ റിസീവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. റോവർ റിസീവർ ആ എറർ ഇൻഫർമേഷനും സിഗ്നൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിങ്ങനെ ഒരു റെഫറൻസ് സ്റ്റേഷൻ യൂസ് ചെയ്താൽ വേണമെങ്കിൽ നമുക്ക് വേറൊരു സാറ്റലൈറ്റിലേക്കും ഈ എറർ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഈ ബാങ്കിലുള്ള ഒരു റെഫറൻസ് സ്റ്റേഷൻ ഇല്ലേ, അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഈ റെഫറൻസ് റിസീവർ എന്നുള്ള ഡാറ്റ ഒരു സാറ്റലൈറ്റിലേക്ക് സെൻഡ് ചെയ്യാം. ആ സാറ്റലൈറ്റ് എന്ന് GPS-ലേക്ക് സെൻഡ് ചെയ്യാം. അതാണ് ഇവിടെ ആ ഒരു ഫിഗർ കാണിച്ചത്. നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ഓർക്കണ്ട. റിയൽ ടൈം DGPS എന്ന് പറയുന്നത് ഇങ്ങനെ എറർ ഫ്രീ ആയിട്ടുള്ള ഒരു ഡാറ്റ നമുക്ക് ഫീൽഡിൽ തന്നെ കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് റിയൽ ടൈം DGPS. ഓക്കെ, അപ്പോൾ ഇത് വേറൊരു ഫിഗറാണ്, സെയിം കാര്യം തന്നെയാണ്. ഇവിടെ നമുക്കൊരു റെഫറൻസ് റിസീവർ ഉണ്ട്. Then a person with a rover receiver is moving from one station to other station. അപ്പോൾ ഓരോ പൊസിഷനിൽ എത്തുമ്പോഴും അത് സാറ്റലൈറ്റിനെ ലോക്ക് ചെയ്യുന്നുണ്ട്. ആ സാറ്റലൈറ്റിൽ ലോക്ക് ചെയ്യുന്ന സിഗ്നലും ഈ റെഫറൻസ് സ്റ്റേഷനിൽ നിന്നുള്ള എറർ ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് അത് അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതങ്ങനെ ഓരോ പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ജസ്റ്റ് ആ കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ DGPS യൂസ് ചെയ്യുന്നതുകൊണ്ട് അല്ലെ, റിയൽ ടൈം DGPS യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് അഡ്വാൻറ്റേജ്, നമുക്ക് വിതൗട്ട് ഗോയിങ് ടു ദ ഓഫീസ് നമുക്ക് കോർഡിനേറ്റ്സ് ക്യാൻ ബി പ്ലോട്ടഡ് ഇൻ ദി ഫീൽഡ് ഇറ്റ് സെൽഫ്. റിയൽ ടൈമായിട്ട് ഫീൽഡിൽ തന്നെ നമുക്ക് കോർഡിനേറ്റ്സ് കിട്ടും.
പോസ്റ്റ് പ്രോസസ്സിംഗ് ഒന്നും വേണ്ട. പോസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആദ്യം ഫീൽഡിൽ പോയി ഡാറ്റ കളക്ട് ചെയ്തു, ഓഫീസിൽ പോയി കമ്പ്യൂട്ടറിൽ ഇരുന്ന് ഈ ഡാറ്റ ഒക്കെ അനലൈസ് ചെയ്തിട്ട് പൊസിഷൻ കണ്ടുപിടിക്കുക. അതിനാണ് പോസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. റിയൽ ടൈം DGPSൽ അങ്ങനെ പോസ്റ്റ് പ്രോസസ്സിങ്ങിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഓഫീസിലേക്ക് പോകണ്ട, നമുക്ക് ഫീൽഡിൽ തന്നെ പൊസിഷൻ ഇൻഫർമേഷൻ കിട്ടും. പിന്നെ ഇതിൽ നമുക്ക് ഈ റോവർ കൊണ്ട് നടക്കാനുള്ള ഒരാളെ വേണ്ടൂ അല്ലേ, സർവേമാനായിട്ട്. വേറെ ഒരു എക്സ്റ്റേണൽ പേഴ്സണൽ അസിസ്റ്റൻസ് നമുക്ക് ആവശ്യമില്ല. 1 person സിസ്റ്റമാണ്. നമുക്ക് ആ റോവർ റിസീവർ മൂവ് ചെയ്യാനുള്ള ആൾ മാത്രം മതി. റെഫറൻസ് റിസീവർ എപ്പോഴും സ്റ്റേഷനറി ആയിട്ട് നമ്മൾ റെഫറൻസ് സ്റ്റേഷനിൽ വെക്കുകയാണ് ചെയ്യുന്നത്. റോവർ കൊണ്ട് നടക്കാനുള്ള ആൾ മാത്രം മതി ഇതിൽ. പിന്നെ നമുക്ക് ഒരു റെഫറൻസ് സ്റ്റേഷനെ ബേസ് ചെയ്തിട്ട് തന്നെ മോർ ദാൻ 1 റോവർ റിസീവർ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഒരു റെഫറൻസ് റിസീവറും ഒരു റോവർ റിസീവറൊന്നും അല്ല. ഒരു റെഫറൻസ് റിസീവറും എത്ര വേണമെങ്കിലും റോവർ റിസീവറും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ എറർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ, എറർ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ റേഡിയോ ലിങ്ക്സ് ആർ റിക്വയർഡ് ഓർ റേഡിയോ വേവ്സ് ആർ റിക്വയർഡ്. ആൻഡ് ഈ റേഡിയോ വേവ്സിന് അൺഒബ്സ്ട്രക്റ്റഡ് ആയിട്ടുള്ളൊരു പാത്ത് വേണം. അത് ഇൻട്രപ്റ്റഡ് ആയാൽ നമ്മൾ ആ എറർ ഇൻഫർമേഷൻ ഫ്രം റെഫറൻസ് സ്റ്റേഷൻ ടു റോവർ റിസീവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഇത് എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് ഡിഫറൻഷ്യൽ GPS ആൻഡ് ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഫിഗറൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, പക്ഷേ എക്സാമിന് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ സ്റ്റാറ്റിക് സർവേയിലാണെങ്കിലും കൈനാമാറ്റിക് സർവേയിലാണെങ്കിലും നമ്മൾ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഡിഫറൻഷ്യൽ GPS എന്ന് പറയുമ്പോൾ എഴുതേണ്ടത് ഇറ്റ് ഇസ് ആൻ എൻഹാൻസ്മെൻറ്റ് GPS, പിന്നെ അതിൻ്റെ വർക്കിംഗ്, പിന്നെ അതിൻ്റെ ഫിഗറൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൻ്റെ അഡ്വാൻറ്റേജസ് എഴുതുക, ഡിസഡ്വാൻറ്റേജസ് എഴുതുക. ഇത്രയാണ് ചെയ്യേണ്ടത്. ഓക്കെ, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്, അത് മനസ്സിൽ വെക്കുക. ഓക്കെ.